പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളഞ്ഞുകൊണ്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഉടൻ. പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസ്. മോദിയുടെ വസതിക്ക് മുന്നിൽ 10 മണിയോടെ ഉപരോധം നടത്തുമെന്ന് ആവർത്തിച്ച എ.എ.പി. പ്രതിഷേധത്തെ തുടർന്ന് ദില്ലിയിൽ കനത്ത സുരക്ഷ. സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മോദിയുടെ വസതി വളയാനുള്ള ഒരു നീക്കത്തിലേക്ക് ആം ആദ്മി നീങ്ങുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ 2-3 ദിവസമായി തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി അവിടെ ഉപരോധിക്കുമെന്ന് നേരത്തെ തന്നെ ആം ആദ്മി പ്രവർത്തകർ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് പ്രകാരം ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ശേഷം ആം ആദ്മി പ്രവർത്തകർ പട്ടേൽ ചൗക്കിൽ ഒത്തുകൂടുകയും അവിടെ നിന്നും റാലിയായി പ്രതിഷേധവുമായി മോദിയുടെ വസതിയിലേക്ക് പോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ദില്ലി പോലീസ് ഈ ഒരു പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ദില്ലി നഗരം പ്രതിഷേധം അനുവദിക്കില്ല എന്ന് ദില്ലി പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം പലയിടത്തും പോലീസിനെയും സൈനിക വിഭാഗത്തിലെല്ലാം തന്നെയും, അതായത് കേന്ദ്ര സേനയെല്ലാം തന്നെയും വിന്യസിച്ചിട്ടുമുണ്ട്. മാത്രമല്ല പലയിടത്തും ഗതാഗതമെല്ലാം തന്നെയും വഴിതിരിച്ച് വിട്ടുകൊണ്ട് വലിയ കർശനമായ നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഇത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് രാജ്യതലസ്ഥാനത്തെ പട്ടേൽ ചൗക്ക് ഏരിയയിൽ അവർ ഒത്തുചേരും. അതിനുശേഷം പട്ടേൽ ചൗക്കിൽ നിന്നും തുഗ്ലക് റോഡ് വഴി അതീവ സുരക്ഷാ മേഖലയായ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നതാണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ തുഗ്ലക് റോഡ് ഉൾപ്പെടെയെല്ലാം തന്നെയും പിന്നെ അതോടൊപ്പം തന്നെ സഫ്ദർജംഗും കെമാൽ അതാതുർക്ക് റോഡുകളെല്ലാം തന്നെയും കർശനമായ നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ ഏത് വിധേയനും പ്രതിഷേധിക്കുമെന്ന് ആം ആദ്മി പ്രവർത്തകരും പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷാവസ്ഥയിലേക്കും പോലീസ് നടപടിയിലേക്കും പോകാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദില്ലിയിൽ നടന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെയും പോലീസ് ശക്തമായി അടിച്ചമർത്താൻ ശ്രമിക്കുകയും ഏകദേശം 1000-ലധികം പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ 2 ദിവസവും ഈ ഷഹീദി പാർക്കിലും ITO മേഖലയെല്ലാം തന്നെയും വലിയ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തീർത്തത്. പിന്നീട് പോലീസ് ഇവരെല്ലാം തന്നെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സമാനമായ രീതിയിൽ തന്നെ ഇന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് അതിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കർശനമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ദില്ലി നഗരം ആകമാനമുള്ളത്. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJPയും മറ്റൊരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ജയിലിൽ കിടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഈ ED കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി സംസ്ഥാനം ഭരിക്കുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ഭരണസ്തംഭനം ഉണ്ടായെന്നും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഇന്നിപ്പോൾ ദില്ലിയിലെ സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഒരു 10 മണിക്ക് ശേഷമായിരിക്കും ആ സമരവും നടക്കുക. അത് ഫിറോസ് ഷാ കോട്ട്ലയിൽ നിന്നും ഈ ദില്ലിയിലെ സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ ഒരു പ്രതിഷേധം. അങ്ങനെ 2 പ്രതിഷേധങ്ങളാണ് ഇന്നിപ്പോൾ ദില്ലി നഗരത്തിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും ഇത് അതോടൊപ്പം തന്നെ ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ കസ്റ്റഡിയിൽ കഴിയുന്ന കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അത് പ്രകാരം കവിതയെ ഇന്ന് ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായില്ലെങ്കിൽ കവിതയെ വീണ്ടും കസ്റ്റഡിയിൽ ED ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഈ കവിത പിന്നീട് പോകുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക്, അതായത് തിഹാർ ജയിലിലേക്കായിരിക്കും. എന്തായാലും നാളെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതിയും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ നിയമ പോരാട്ടവും രാഷ്ട്രീയമായ പോരാട്ടവും ഈ വിഷയത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ രാംലീല മൈതാനിൽ വലിയ മഹാറാലി സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്കാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ഈ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയെല്ലാം തന്നെയും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ഒരു സംഭവത്തിൽ, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ വേട്ടയാടുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെയും ഒരു പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും ഒരുപക്ഷെ സംഘർഷത്തിനും ഇന്നിപ്പോൾ ദില്ലിയിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ പോലീസിന് അനുമതി നിഷേധിച്ചാലും പ്രതിഷേധ റാലി സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10 മണിയോടെ ഈ പട്ടേൽ ചൗക്കിലേക്ക് പ്രവർത്തകർ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആതിര.